ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് കിടക്കാം. ചാപ്റ്റർ 1 റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ ലോകത്തിനെ ഫുൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ പ്ലാന്റ്സിനെയും കൺസിഡർ ചെയ്യുന്നു, ഇതേപോലെ ആനിമൽസിനെയും കൺസിഡർ ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലൊരു ഉദാഹരണം എടുക്കുക. ഇപ്പോൾ നമ്മളൊരു റോസ്, നമ്മളെങ്ങനെയാണ് റോസിന് വിത്തൊന്നുമില്ലല്ലോ. നമ്മളൊരു റോസ് വലിയ ചെടി ഉണ്ടാവുന്നു, അതിൽ നിന്നൊരു ഒരു തണ്ട് അല്ലെങ്കിൽ ഒരു സ്റ്റെം പോർഷൻ മുറിച്ചെടുത്തിട്ടാണ് നമ്മുടെ മണ്ണിൽ കുത്തിച്ചിട്ടാണ് അത് പുതിയൊരു റോസ് ചെടിയായിട്ട് മാറുന്നത് അല്ലേ. അതേപോലെ ചില ചെടികൾ നമ്മൾ മണ്ണിൽ വിത്തിട്ടിട്ടാണ് ചില ചെടികൾ മുളച്ച് പുതിയൊരു ചെടിയായിട്ട് മാറുന്നത്. ഇനി അതേപോലെ വേറെ മെത്തേഡുകളുണ്ട്. ഇപ്പോൾ ബോട്ടണി തന്നെ എടുക്കുകയാണെങ്കിൽ ടിഷ്യൂ കൾച്ചർ പോലുള്ള ഒരു വൈഡ് ആയിട്ടുള്ള ബ്രാഞ്ച് ഉണ്ട്. എന്ന് വെച്ചാൽ ഒരു സെല്ലിൽ നിന്ന് തന്നെ ഒരു ഫുൾ ഓർഗാനിസത്തിനെ ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരു പുതിയൊരു അല്ലെങ്കിൽ ആ ഒരു ചെറിയൊരു സെല്ലിൽ നിന്ന് ഒരു വലിയൊരു പ്ലാന്റിനെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ടിഷ്യൂ കൾച്ചർ വാഴയൊക്കെ അല്ലേ. അപ്പോൾ ആ രീതിയിലും പല രീതിയിൽ നമുക്ക് ഒരു ചെടിയിൽ നിന്ന് തന്നെ വേറൊരു ചെടീനെ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത് ഏതൊക്കെ തരത്തിലുള്ള റീപ്രൊഡക്ഷൻസ് ആണുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ട് എന്ന് പറയുന്നത് അത്ര വലിയൊരു ഇമ്പോർട്ടൻ്റ് അല്ല, ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ എല്ലാ ഓർഗാനിസത്തിനും അവർ ജീവിക്കുന്നത് ഒരു സർട്ടൈൻ പീരീഡ് ഓഫ് ടൈമിലാണ്, ഒരു ടൈമിലാണ്. ഇപ്പോൾ ഒരു മനുഷ്യൻ ജനിക്കുന്നത് ഏകദേശം ഒരു 2000-ലാണെങ്കിൽ അവരുടെ ലൈഫ് സ്പാൻ അനുസരിച്ച് ഏകദേശം മനുഷ്യൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ഏകദേശം ഒരു 80 വയസ്സാണല്ലോ. ഇപ്പോൾ 2000-ൽ ജനിച്ച ഒരു വ്യക്തി ചിലപ്പോൾ 2080 ആകുമ്പോഴത്തേക്കും ഏകദേശം മരിച്ചു പോകും. അപ്പോൾ അവർ ജീവിച്ചിട്ടുള്ള ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത് ഈ 2000 മുതൽ 2080 വരെയുള്ള കാലഘട്ടമാണ് അല്ലേ. അതെ, അപ്പോൾ അതാണ്. ഇപ്പോൾ ഒരു എവറി ഓർഗാനിസവും ലീവ് ചെയ്യുന്നത് ഓൺലി എ സർട്ടൻ പീരീഡ് ഓഫ് ടൈം ആണ്. അപ്പോൾ ഒരു ഓർഗാനിസം ജനിച്ചിട്ട് ആ മരിക്കുന്ന വരെയുള്ള ആ ഒരു കാലയളവിനെയാണ് നമ്മൾ ലൈഫ് സ്പാൻ എന്ന് പറയാം. ഇപ്പോൾ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ദ പീരിയഡ് ഫ്രം ബർത്ത് ടു നാച്ചുറൽ ഡെത്ത് ഓഫ് ആൻ ഓർഗാനിസം ഇറ്റ്സ് റെപ്രസെൻറ്റ് ലൈഫ് സ്പാൻ. ഇപ്പോൾ താഴെ രണ്ടാമത്തെ അതിൻ്റെ പേജിൽ ഇപ്പോൾ എലിഫൻറ്റിൻ്റെയും റോസിൻ്റെയും ഡോഗിൻ്റെയും ബട്ടർഫ്ലൈയുടെ ഒക്കെ കുറേ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നോക്കൂ നിങ്ങൾ, ഈ ബട്ടർഫ്ലൈയുടെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 1 to 2 വീക്കാണ്. പക്ഷേ ഒരു പാരറ്റിനെ എടുത്തു കഴിഞ്ഞാലോ അതിന് 140 ഇയേഴ്സ് ജീവിക്കാം. അപ്പോൾ ഈ പൂമ്പാറ്റയെ അപേക്ഷിച്ച് ഈ പാരറ്റിന് കുറച്ചും കൂടെ ലൈഫ് സ്പാൻ കൂടുതലാണ്. എന്ന് വെച്ചാൽ അവർ ജനിച്ചിട്ട് മരിക്കുന്നത് വരെ കുറച്ച് അധിക കാലയളവിൽ അവർ ജീവിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതേപോലെ തന്നെയാണ് ഒരു ബനാന ട്രീനെ എടുത്താലും ക്രൊക്കഡൈലിനെ എടുത്താലും റോസിനെ എടുത്താലും എലിഫൻസിനെ എടുത്താലും അവർക്കൊക്കെ ഓരോ ലൈഫ് സ്പാനാണ്. എന്ന് വെച്ചാൽ അവർ ഒരു പെർട്ടിക്കുലർ പീരീഡ് വരെ മാത്രമേ ജീവിക്കുന്നുള്ളൂ. അത് കഴിഞ്ഞ് അവർ നാച്ചുറലായിട്ട് നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കിൽ വരികയാണ് എന്താണ് റീപ്രൊഡക്ഷൻ. റീപ്രൊഡക്ഷൻ നമ്മളൊരു ഡെഫിനേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ റീപ്രൊഡക്ഷൻ ഇസ് ഡിഫൈൻഡ് ആസ് എ ബയോളജിക്കൽ പ്രോസസ് ഇൻ വിച്ച് ആൻ ഓർഗാനിസം ഗീവ് റൈസ് ടു യങ് വൺസ് ടു ഇറ്റ് സെൽസ്. ഓക്കെ, എന്ന് വെച്ചാൽ ഇപ്പോൾ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊരു ബയോളജിക്കൽ പ്രോസസ്സാണ്. അപ്പോൾ ഇപ്പോൾ ഒരു ഓർഗാനിസം ഉണ്ട്, അവരിൽ നിന്ന് തന്നെ പുതിയൊരു ഓർഗാനിസത്തെ ഉണ്ടാക്കുക. അതാണ് ആ ഡെഫിനേഷൻ്റെ കറക്റ്റ് അർത്ഥം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഓഫ് സ്പ്രിങ്സ് എന്ന് പറയുന്നത് എന്തിനാണ്, ഇപ്പോൾ എന്താണോ പുതിയതായിട്ട് ഉണ്ടാകുന്നത് അതിനെയാണ് നമ്മൾ ഓഫ് സ്പ്രിങ്സ് എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ എങ്ങനെയാണ്, ഇപ്പോൾ ഒരാൾ ജനിക്കുന്നു, ഒരാൾ മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യുന്നു, പിന്നെ മരിക്കുന്നു, പിന്നെയും അവരുടെ അടുത്ത ജനറേഷൻ ഉണ്ടാകുന്നു. ഇതേ കാര്യം ഇങ്ങനെ സൈക്ലിക്കായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ദർ ഇസ് എ സൈക്ലിക് ഓഫ് ബർത്ത്, ഗ്രോത്ത് ആൻഡ് ഡെത്ത്. റീപ്രൊഡക്ഷൻ എനാബിൾ ടു കണ്ടിന്യൂറ്റി ഓഫ് ദി സ്പീഷീസ്. അപ്പോൾ ഇങ്ങനെ പുതിയ ഓർഗാനിസം ഒന്നിൽ നിന്ന് തന്നെ ഒരു ഓർഗാനിസത്തിൽ നിന്ന് പുതിയ ഓർഗാനിസം ഉണ്ടാവുന്നു, അവരിൽ നിന്ന് പുതിയ ഓർഗാനിസം ഉണ്ടാവുന്നു. അപ്പോൾ എന്താണ് നടക്കുന്നത്, അപ്പോൾ ഈ ജനറേഷൻ്റെ കണ്ടിന്യൂറ്റി ഉണ്ടാവുകയാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ കാര്യം തന്നെ എടുക്കാം. ഇപ്പോൾ നമ്മുടെ മുത്തശ്ശൻ്റെ നിന്ന് അച്ഛൻ ഉണ്ടാവുന്നു, അച്ഛനിൽ നിന്ന് നമ്മൾ ഉണ്ടാവുന്നു, നമ്മളിൽ നിന്ന് പുതിയ ഒരാൾ ഉണ്ടാവുന്നു. ഓക്കെ, അങ്ങനെ ഈ ജനറേഷൻ ടു ജനറേഷൻ ഒരു സൈക്ലിക് പ്രോസസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അപ്പോൾ ഇങ്ങനെ ഓരോ ജനറേഷൻ പോകുന്നതോറും ചെറിയ ജനറ്റിക് വേരിയേഷൻസ് ഒക്കെ സംഭവിക്കുന്നുണ്ട്. അത് നമ്മൾ ഈ ചാപ്റ്റർ 5 നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഈ റീപ്രൊഡക്ഷനെ കുറേ ഫാക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, സ്വാധീനിക്കുന്നുണ്ട്. ഓക്കെ, എന്ന് വെച്ചാൽ അവരുടെ ഹാബിറ്റേറ്റ്, എന്ന് വെച്ചാൽ അവർ ജീവിക്കുന്ന സാഹചര്യത്തിനെയാണ് ഹാബിറ്റേറ്റ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അവരുടെ വാസസ്ഥലം എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, പിന്നെ അവരുടെ ഇൻറ്റേർണൽ ഫിസിയോളജി, അതേപോലെ തന്നെ സെവറൽ അതർ ഫാക്ടേഴ്സൊക്കെ റെസ്പോൺസിബിൾ ആണ് ഫോർ അവരെങ്ങനെ റീപ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഓക്കെ, ഇനി ഈ റീപ്രൊഡക്ഷനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്, എന്ന് വെച്ചാൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എന്തിൻ്റെ ബേസിലാണ്, ഇപ്പോൾ ഒരു പാരൻ്റാണ് ഈ റീപ്രൊഡക്ഷനിൽ പങ്കെടുക്കുന്നത്, അത് 2 പാരൻസ് പങ്കെടുക്കുന്നുണ്ടോ എന്നതിൻ്റെ ബേസിസിൽ റീപ്രൊഡക്ഷൻ ദർ ഈസ് എ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. റീപ്രൊഡക്ഷൻ ക്ലാസിഫൈഡ് ഇൻറ്റു 2 ടൈപ്സ് ഉണ്ട്. അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്, സെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്. ഓക്കെ, ഒരു പാരൻറ്റിൽ നിന്നാണ് ഒരു പുതിയ യങ് വൺ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ പുതിയൊരു ഓഫ് സ്പ്രിങ്സ് ഉണ്ടാകുന്നതെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് പറയുന്നു, അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നു. ഓക്കെ, എന്ന് വെച്ചാൽ വെൻ ഓഫ് സ്പ്രിങ്സ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ എ സിംഗിൾ പാരന്റ് വിത്ത് ഓർ വിത്തൗട്ട് ഇൻവോൾവ്മെന്റ് ഓഫ് ഗ്യാമീറ്റ് ഫോർമേഷൻ വഴിയോ അല്ലെങ്കിലോ ഒരു പാരന്റിൽ നിന്നാണ് പുതിയ ഓഫ് സ്പ്രിങ്സ് ഉണ്ടാകുന്നതെങ്കിൽ അതിന് നമ്മൾ അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നു. ഇനി 2 പാരൻസിൽ നിന്ന് ഓരോ ഗ്യാമീറ്റുകൾ വന്ന് ഫ്യൂസ് ചെയ്തിട്ടാണ് പുതിയൊരു ഓഫ് സ്പ്രിങ്സ് ഉണ്ടാകുന്നതെങ്കിൽ അതിന് സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നു. ഇപ്പോൾ ഹ്യൂമൻ ബീങ്സിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ മെന്നിൻ്റെ കയ്യിൽ നിന്ന് സ്പേമും വുമണിൽ നിന്ന് എഗ്ഗും വന്ന് ഈ സ്പേമും എഗ്ഗും കൂടെ ഫ്യൂസ് ചെയ്തിട്ടാണ് ഒരു പുതിയ ഓർഗാനിസം ആയിട്ടുള്ള ഒരു സൈഗോട്ട് ഫോം ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു ബേസിക് പ്രിൻസിപ്പിളാണ് ഇവിടെയും. എന്ന് വെച്ചാൽ 2 ഗ്യാമീറ്റുകൾ ഫ്യൂസ് ചെയ്തിട്ടാണ് പുതിയ യങ് വൺസ് ഉണ്ടാകുന്നതെങ്കിൽ അതിന് സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ, അതിൻ്റെ ടൈപ്പ് എന്താണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്നൊക്കെ നമ്മൾ ഇനി പഠിക്കും, അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങൾക്ക് നിങ്ങളുടെ കമൻസ് ഒക്കെ സത്യസന്ധമായ രീതിയിൽ എന്നോട് പങ്കുവെക്കാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാം, നോട്ട് വേണമെങ്കിൽ പറയാം. ഓക്കെ, താങ്ക് യു.